ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോഴുള്ള ഏറ്റവും വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെയും കേരളത്തിലെ മാധ്യമങ്ങളുടെയും എന്ന് പറയുന്നത് നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധനാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നരേന്ദ്രമോദി, അതായത് യു പി എ സർക്കാരിന്റെ കാലത്ത് ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിച്ചിരുന്നു കേന്ദ്ര സർക്കാർ. പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇഫ്താർ വിരുന്നുകൾ എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യവും കൃത്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ നരേന്ദ്രമോദിക്ക് അതിന് യാതൊരുവിധ മറുപടിയുമില്ല. നരേന്ദ്രമോദിക്കല്ല, കേന്ദ്ര സർക്കാർ അതിന് മറുപടി കൊടുക്കാൻ പോയിട്ടില്ല. അവർ മറുപടി അർഹിക്കുന്ന ഒരു ചോദ്യവുമല്ല അത്. പക്ഷേ ഈ ഇഫ്താർ വിരുന്നിൽ എന്താണ് സംഭവിക്കുന്നത്? യു പി എ സർക്കാരിന്റെ കാലത്ത് ഇഫ്താർ വിരുന്നും കേരളത്തിലെ ഇഫ്താർ വിരുന്നുകളും നോക്കാം. ഈ ഇഫ്താർ വിരുന്നുകളിൽ മുസ്ലിങ്ങളിലെ ഉന്നത കുലജാതർ, അവരിൽ ആഠ്യത്വം തുളുമ്പുന്നവർ, നല്ല പൈസയുള്ള ആൾക്കാർ, സമൂഹത്തിൽ വലിയ നിലയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ, ഇവരെല്ലാം വന്ന് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് സർക്കാരിന്റെ ചെലവിൽ നമ്മൾ കൂടെ കൊടുക്കുന്ന നികുതി പണത്തിൽ ഭക്ഷണം കഴിച്ച് അവർ പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ആ പൈസ കൂടെ എടുത്ത് ഈ റമദാൻ മാസത്തിൽ, പുണ്യമാസം എന്നാണല്ലോ പറയുന്നത്, ഈ റമദാൻ മാസത്തിൽ എന്തുകൊണ്ട് പാവപ്പെട്ട മുസ്ലിങ്ങൾ, അതായത് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്ത മുസ്ലിങ്ങൾക്ക് കൊടുത്തുകൂടാ എന്നുള്ളൊരു ചോദ്യം പണ്ട് മുതലേ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഇഫ്താർ വിരുന്ന് നടത്തുന്നില്ല. ആ പണം കൂടെ എടുത്ത് നരേന്ദ്രമോദി ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് സൗഗത് ഇ മോദി എന്ന് പറയുന്ന പദ്ധതി. 32 ലക്ഷം ദരിദ്ര മുസ്ലിം കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതി ഉപകാരപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഈ സൗഗത് ഇ മോദി പദ്ധതി? 32 ലക്ഷം മുസ്ലിങ്ങൾ, ദരിദ്ര മുസ്ലിങ്ങൾ, അവർക്ക് റംസാൻ മാസത്തിൽ ഒരു പിടി അരിയോ ഒരു പിടി ഗോതമ്പോ അല്ലെങ്കിൽ ഒരു ധാന്യമണി പോലും വീട്ടിലില്ല. നമുക്കറിയാം, നമ്മളിവിടെ അങ്ങനെ ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത്. കേരളത്തിലെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് നോമ്പെടുക്കും. എന്നിട്ട് 6 മണിയാകുമ്പോൾ തന്നെ, ഇത് ഞാൻ പറഞ്ഞതല്ല, പല മുസ്ലിം പണ്ഡിതന്മാരും പറയുന്നതാണ്. ഇവരൊക്കെ കളിയാക്കി പറയാറുണ്ട്. അതായത് ഈ മുസ്ലിം പണ്ഡിതന്മാരുടെയൊക്കെ ഈ സ്പീച്ചസ് കേൾക്കുമ്പോൾ അവർ ഈ മുസ്ലിം സമുദായത്തെ തന്നെ വിമർശിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നോമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? നോമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് വൈകുന്നേരം 6 മണിയാകുമ്പോൾ കഞ്ഞിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് ഉപവസിക്കണം. അപ്പൊ ഇതല്ല ഇതിന്റെ ലക്ഷ്യം എന്ന് ഇവിടെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ തന്നെ അവരെ വിമർശിച്ചുകൊണ്ട് പരിഹാസ രൂപേണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ സ്ഥിതി ഇതാണ്. ഇവർ കാണുന്നത്, ഇപ്പൊ നമ്മൾ തന്നെ നോമ്പിന്റെ സമയത്ത് വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പള്ളികളുടെ മുമ്പിലെല്ലാം തന്നെ ഭക്ഷണങ്ങൾ വച്ചിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. സമോസയുണ്ട്, കഞ്ഞിയുണ്ട്, അവർക്ക് കയറി കഴിക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വിശന്ന് ഇരിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷെ ഉത്തരേന്ത്യയിലെ സ്ഥിതി അങ്ങനെയല്ല. ഉത്തരേന്ത്യയിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഉത്തരേന്ത്യയിൽ ദരിദ്ര മുസ്ലിങ്ങളും ദളിത് മുസ്ലിങ്ങളും ഒരു യാഥാർത്ഥ്യമാണെന്നിരിക്കെ നരേന്ദ്രമോദി അവർക്ക് വേണ്ടിയിട്ടാണ് സൗഗത് മോദി പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ഇത് വളരെ ഗംഭീരമായിട്ട് രൂപീകരിച്ചൊരു പദ്ധതിയാണ്. അതായത് ഈ വർഷം മുതൽ മോദി ചെയ്യാൻ പോകുന്നത്, ഈ വർഷം തൊട്ട് അങ്ങോട്ട് 32 ലക്ഷം മുസ്ലിങ്ങളെ സഹായിക്കുന്നതിനായി BJP മോദി കിറ്റുകൾ വിതരണം ചെയ്യാൻ പോവുകയാണ്. മോദി കിറ്റുകൾ റംസാൻ മാസത്ത് ഒരു മുസ്ലിം പോലും, ഒരു ദളിത് മുസ്ലിം പോലും അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട മുസ്ലിം പോലും പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി മോദി കിറ്റുകൾ വിതരണം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ന്യൂനപക്ഷ മുന്നണി പ്രസിഡന്റ് ജമാൽ സിദ്ദിഖിയാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. BJP സംഘടനാ തലത്തിൽ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങി. 32,000 BJP ഭാരവാഹികളെ 32,000 പള്ളികളിൽ എത്തിച്ചേരാനായിട്ട് ചുമതലപ്പെടുത്തി. ഇതിലൂടെ ഓരോ ഉദ്യോഗസ്ഥനും 100 ദരിദ്രരെ സഹായിക്കാൻ പറ്റുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇങ്ങനെ 32 ലക്ഷം കിറ്റുകൾ വിതരണം ചെയ്യുമെന്നാണ് മനസ്സിലാവുന്നത്. ഈ കിറ്റുകൾ എന്താണുള്ളത്? ഈ കിറ്റുകളിലുള്ളത് ഈത്തപ്പഴം, ഉണങ്ങിയ ഫലങ്ങൾ, വസ്ത്രം, അതായത് റംസാൻ എടുക്കാനുള്ള വസ്ത്രം, അങ്ങനെ ഒരു വിപുലമായിട്ടുള്ള ഒരു പദ്ധതിയാണ് രൂപീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങളാണ് മുസ്ലിങ്ങളുടെ എന്താണ് മൊത്തക്കച്ചവടക്കാർ എന്ന് പറഞ്ഞ് നടക്കുന്ന UPA സർക്കാർ പോലും ഇഫ്താറും കഴിഞ്ഞ് ഏമ്പക്കവും വിട്ടു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പാവപ്പെട്ട മുസ്ലിങ്ങൾ ഈ നോമ്പ് സമയത്ത് എങ്ങനെ ജീവിക്കുന്നു, അവർക്ക് കഞ്ഞി കുടിക്കാൻ വകയുണ്ടോ എന്ന് പോലും അവർ ചിന്തിച്ചു കാണില്ല. പക്ഷെ നരേന്ദ്രമോദി അത് ചിന്തിക്കുന്നു എന്നുള്ളിടത്താണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ബിജുചേട്ടാ ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ നാട്ടിൽ നരേന്ദ്രമോദി കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പോകുന്നത്? ഇത് ഇന്നലെ തുടങ്ങിയ ഒരു പദ്ധതിയല്ല. ഇപ്പൊ ഈ പദ്ധതി പുതിയതാണെങ്കിൽ പോലും 2019 മുതൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പസ്മന്ത മുസ്ലിംസ് എന്ന് പറയും. പസ്മന്ത എന്ന് പറഞ്ഞാൽ പേർഷ്യൻ വാക്കാണ്, പിന്നാക്കം എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. ആ മുസ്ലിംസിനെ ചേർത്ത് പിടിക്കണം എന്ന് അദ്ദേഹം പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയിൽ പറയുക മാത്രമല്ല, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് വെച്ചു. കാരണം ഇന്ത്യയില് 85% വരുന്നത് പിന്നാക്ക മുസ്ലിംസ് ആണ്. ഇന്ത്യയിലെ മുസ്ലിംസ് എന്ന് പറഞ്ഞാല് ഈ അറബിൽ നിന്നും ഒന്നും വന്നവരല്ല, അവര് ഇവിടെ തന്നെ ഉള്ളവരാണ്. ഉന്നത കുലജാതരായിട്ടുള്ളവര് മതം മാറുമ്പോൾ ഒരു ഉന്നത കുലജാതരായ മുസ്ലിംസും
പിന്നാക്കക്കാരനായ മുസ്ലിംസുമായി മാറുന്നു. പിന്നെ നമുക്ക് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ ജാതീയപരമായ വേർതിരിവുകൾ മുസ്ലിം സമുദായത്തിലില്ല എന്ന് നമ്മൾ ഉം. പറയുമ്പോൾ ഒരു വർഷം മുമ്പ് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത നൽകിയിരുന്നു. ജമ്മു കാശ്മീരിലെ സുന്നി വിഭാഗത്തിന്റെ ശ്മശാനത്തിലേക്ക് ഈ പിന്നാക്ക മുസ്ലിമിന്റെ കബറടക്കത്തിനായിട്ട് ആളുകൾ വന്നപ്പം അവരെ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. അപ്പൊ ഇതിനിടയിൽ വലിയ രീതിയിൽ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നു. പക്ഷെ കേരളം പോലൊരു സംസ്ഥാനത്ത് നമുക്കത് വിശ്വസിക്കാൻ അല്പം പ്രയാസം തോന്നും. പക്ഷെ ഇന്ത്യയിലെ 85% വരുന്നത് പിന്നാക്ക മുസ്ലിംസ് തന്നെയാണ്. അവര് ഇന്ത്യയിൽ തന്നെ 65 ലോക്സഭാ മണ്ഡലങ്ങൾ ഈ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായകമായ ലോക്സഭാ മണ്ഡലങ്ങളാണ്. അപ്പൊ ഇവരെയൊക്കെ ഈ വരുന്ന മുസ്ലിംസിനെയൊക്കെ ആട്ടിത്തെളിച്ച് തങ്ങളുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ നേട്ടം കൊയ്തത് ഒരു പിടി അഷറഫി മുസ്ലിങ്ങൾ എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ ഉന്നത കുലജാതരായിട്ടുള്ള മുസ്ലിങ്ങളായിരുന്നു ഈ നേട്ടം മുഴുവൻ കൊയ്തുകൊണ്ടിരുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതല്ലാതെ പാവപ്പെട്ടവനൊന്നും പാവപ്പെട്ടവനായിരുന്നു. അവരെയാണ് നരേന്ദ്രമോദി രണ്ടാം സർക്കാരിൽ വന്നപ്പോൾ ഈ പസ്മന്തകൾക്ക് വേണ്ടി മാത്രം അവർക്കൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം ഒരുപാട് പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. ഈ മുത്തലാഖ് നിരോധിച്ചതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനമുണ്ടായത് ആർക്കാണ്? ഈ പറയുന്ന പസ്മന്തകൾക്കാണ്, ഉന്നത കുലജാതർക്കായിരുന്നില്ല. കാരണം ഇതുങ്ങളൊക്കെ കല്യാണം കഴിക്കുകയും പൊതുനിണക്ക് ബന്ധം ഒഴിയുകയും ജീവിതത്തിന് ഒന്നും കൊടുക്കാതെ ഇതുങ്ങളൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥ നോർത്ത് ഇന്ത്യ ചെന്നാൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയാവുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഈ അഫ്ത പോലെയുള്ള, ഇല്ലെങ്കിൽ ഫക്ത പോലെയുള്ളതോ പുറപ്പെടുവിച്ച് ഇതുങ്ങളെ ഊരുവിലക്കം മറ്റും പ്രഖ്യാപിക്കുന്നതൊക്കെ ഈ പാവപ്പെട്ടവർക്കായി. ഈ മുത്തലാഖ് വന്നതിൽ ഏറ്റവും കൂടുതൽ ഗുണപ്പെട്ടതും ഈ പസ്മന്തകൾക്കായിരുന്നു. അതുപോലെ തന്നെ ഈ നമ്മൾ ഭയങ്കരമായിട്ട് കളിയാക്കത്തില്ലേ ശൗചാലയം കക്കൂസ് കൊടുത്തില്ല, അതിനകത്ത് ഏറിയ പങ്കും കക്കൂസുകൾ പോയിട്ടുള്ളത് ഈ പസ്മന്ത മുസ്ലിങ്ങൾക്കാണ്, നോർത്ത് ഇന്ത്യയിലടക്കം. കാരണം അതിനേക്കാൾ ദുസ്സഹമായ സാഹചര്യത്തിലാണ് അതിൽ നാളിത് ഇവർ ജീവിച്ചത്. ഒരു നരേന്ദ്രമോദി വേണ്ടി വന്നു അവർക്ക് നേരെ വെളിക്കിറങ്ങാൻ പോകാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സൗജന്യ ധാന്യ വിതരണം അതെല്ലാവർക്കും ഉണ്ട്, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം ഉണ്ട്. അത് വന്നപ്പോൾ തന്നെ അതിനകത്തൊരു വലിയ രീതിയിൽ വന്നു. അത് മാത്രവുമല്ല, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ നോർത്ത് ഇന്ത്യനിലെ ചില നിയമസഭാ മണ്ഡലങ്ങളെങ്കിലും ഈ പസ്മന്ത മുസ്ലിംസ്, പിന്നോക്കം നിൽക്കുന്ന മുസ്ലിംസ് BJP-യോട് അടുക്കുവാനും അത്തരം മണ്ഡലങ്ങളിലൊക്കെ BJP ജയിക്കുവാനും കഴിഞ്ഞു. UP-യിലൊക്കെ ഈ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത്തരത്തിൽ നമ്മൾ മുസ്ലിം ഭൂരിപക്ഷം മിൽക്കിപ്പൂർ അടക്കം പല മണ്ഡലത്തിൽ നിന്നും, മിൽക്കിപ്പൂരാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം, മിൽക്കിപ്പൂർ അടക്കം സഹൻപൂരിലടക്കം അവർ ജയിച്ചു കയറുന്ന കാഴ്ചകൾ ഒരുപാട് കണ്ടതാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇരുന്ന് കേരളത്തിൽ ഇരുന്ന് പറയും അത് അവരെ മുസ്ലിങ്ങളൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുക്കൾ മാത്രം വോട്ട് ചെയ്തതാണ്. അങ്ങനെ പറയാൻ കഴിയില്ല. ഏതാണ്ട് ഒരു 80% മുസ്ലിം വോട്ടുള്ളിടത്ത് അവരെ ഭയപ്പെടുത്തിയിരുത്തി വോട്ട് ചെയ്യാതിരിക്കും. ഗുജറാത്തിലും നമ്മളിത് കാണുന്നതാണ്. അപ്പൊ അവർക്ക് കാലക്രമേണ കാര്യം മനസ്സിലായി, തങ്ങളെ പിന്നെ കൈവച്ചിരുന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറെ നേതാക്കന്മാർ നേട്ടമുണ്ടാക്കുകയായിരുന്നു എന്നൊരു സത്യം അവർ പതുക്കെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവർ BJP-ക്ക് വോട്ട് ചെയ്യുന്നത്. പലപ്പോഴും അവർ പരസ്യമായിട്ട് രംഗത്തിറങ്ങാൻ തയ്യാറല്ലെങ്കിലും രഹസ്യമായി തന്നെ അവർ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. നമുക്കറിയാം ഈ മുത്തലാഖൊക്കെ നിരോധിച്ചപ്പോഴത്തേനും ആഹ്ലാദകരവുമായിട്ട് മുസ്ലിം സ്ത്രീകൾ നോർത്ത് ഇന്ത്യയിൽ ധാരാളമായി തെരുവിലിറങ്ങി. പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള ഒരു ഒറ്റ വിഷ്വൽസ് പോലും നമുക്ക് കാണാനും കഴിഞ്ഞില്ല. അതുപോലെ തന്നെ പല വിഷയങ്ങളിലും ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ നാഷണൽ ചാനൽസും മറ്റുള്ള യൂട്യൂബേഴ്സും ഒക്കെ എടുക്കുമ്പോൾ അതിനകത്ത് മുസ്ലിംസ് കാശ്മീരിൽ പോലും പറയുന്നത് നരേന്ദ്രമോദി വന്നത് ഞങ്ങൾക്ക് വലിയ ഒരു പ്രയോജനം ഉണ്ടായി, കാശ്മീരിൽ പോലും ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞു, ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് കൂടുതൽ സൗകര്യങ്ങൾ നൽകി, ജോലിക്ക് ഒരുപാട് സൗകര്യങ്ങൾ നൽകി എന്ന് പറയുന്നു. കാരണം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ ഇതിനു മുമ്പും ചെയ്യാമായിരുന്നു. ഇതിനു മുൻപും ഈ ഇന്ത്യ ഭരിച്ച കേന്ദ്ര സർക്കാരുകൾക്ക് ഇതെല്ലാം ചെയ്യാമായിരുന്നു. പക്ഷെ അവരെല്ലാം ഇവരെ വോട്ട് ബാങ്കാക്കി ഇട്ടു. അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത്. പിന്നീട് എന്ത് പറ്റി? ഇവരെയൊക്കെ ഇവരുടെ ഈ ചൂഷണം, ഇവരുടെ ഈ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ടാണ് മതതീവ്രവാദ സംഘടനകൾ ഇവർക്കിടയിൽ വളരാൻ തുടങ്ങിയത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ പറ്റും, ഉന്നത ശ്രേണിയിൽ ജനിച്ച, ഇല്ല ഉന്നത കുടുംബത്തിൽ ജനിച്ച ഒരാൾ പോലും പൊട്ടിത്തകരാനോ ചാകാനോ പോകുന്നില്ല. അവൻ ബ്രെയിനായിട്ട് മാറി നിൽക്കും. ചാകാനും കൊല്ലാനും ഒക്കെ പോകുന്നത് പിന്നോക്കം നിൽക്കുന്നവനെ ആയിരിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെയുള്ള കേസുകൾ എടുത്തു കഴിഞ്ഞാൽ പ്രതിയാകുന്നവരുടെ ഹിസ്റ്ററി പരിശോധിക്കൂ. അവരുടെ ഹിസ്റ്ററി പരിശോധിച്ച് സാധാരണപ്പെട്ടവനാണ് ഇതിനെല്ലാം പോകുന്നത്. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ പട്ടിണി, ഇവന്റെ അജ്ഞത മുതലെടുത്തുകൊണ്ടും ഇവന് വേണ്ട സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടും, ഇല്ലെങ്കിൽ ഇവന്റെ തലക്കകത്തേക്ക് മതം അടിച്ചു കയറ്റിയിട്ട് മതത്തിന്റെ വേറൊരു വേർഷൻ പറഞ്ഞു കൊടുത്തിട്ടും ഒക്കെയാണ് ചെയ്യിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ റോഹിംഗ്യകളെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതുങ്ങളെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിന് നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ ഇപ്പൊ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെയാണ് മാറ്റം വന്ന് തുടങ്ങിയിരിക്കുന്നത്. കുറച്ചുനാൾക്ക് മുമ്പ് നമ്മൾ തന്നെ ഒരു വാർത്ത ചെയ്തിരുന്നു. ഈ ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമം, പേര് ഞാൻ ഓർക്കുന്നില്ല, അവരൊക്കെ അവരുടെ ജാതി പേരോട് അവരുടെ മുസ്ലിം പേരോടൊപ്പം ചേർക്കാൻ, മുസ്ലിം ഇപ്പൊ മുഹമ്മദ് സിംഗ് എന്നൊക്കെ ചേർക്കാൻ ആരംഭിച്ചിരിക്കുന്നു. എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? ഞങ്ങളുടെ പൂർവികരെല്ലാം ഹിന്ദുക്കളാണ്, അപ്പൊ ആ ഹിന്ദു പേര് ഞങ്ങൾ, മുസ്ലിം മതമൊന്നും ഞങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ ആ പേര് ഞങ്ങൾ സ്വീകരിക്കുന്നതോടെ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിലൊക്കെ അവർ കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ 27 ടൈപ്പ് മുസ്ലിംസ് തന്നെ UP-യിൽ അടക്കമുണ്ട്. ജാട്ട് മുസ്ലിംസ്, പട്ട് മുസ്ലിംസ് അടക്കമുള്ളവര് UP-യിൽ തന്നെ ഉണ്ട്. ഇതിന്റെ ഒരു
അലയൊലികൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. കേരളത്തെ സംബന്ധിച്ച് വിരലിലെണ്ണാവുന്ന സമുദായങ്ങൾ മാത്രമേ മുസ്ലിം സമുദായത്തിലുള്ളൂ. ഇപ്പൊ നമ്മള് മുജാഹിദിലേക്ക് ജമാഅത്ത് ഇസ്ലാമി, സുന്നികള്, ഷിയകളൊക്കെ വളരെ കുറവാണ് കേരളത്തിൽ. ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയ സ്ഥിതി അതല്ല. അവിടെ പിന്നാക്കം കിടക്കുന്ന മുസ്ലിങ്ങൾ വളരെ പിന്നാക്കത്തിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് നരേന്ദ്രമോദി ഇങ്ങനെ ഒരു കാര്യവുമായിട്ട് ഇറങ്ങുന്നത്. നരേന്ദ്രമോദി അങ്ങനെ ഒരു സംഭവമായിട്ട് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഇരിക്കുന്നവർ വിചാരിക്കുന്നത് ഇത് ഗിമ്മിക്കാണ്, നാടകമാണ് എന്നൊക്കെ കരുതിയാലും നോർത്ത് ഇന്ത്യയിലുള്ള മുസ്ലിംസ് അങ്ങനെ അല്ല കരുതുന്നത്. കാരണം അവർക്ക് കാലാകാലങ്ങളിലായിട്ട് അനവധി ആനുകൂല്യങ്ങൾ ഈ മോദി സർക്കാരിന്റെ കീഴിൽ കിട്ടുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യം സബ്കാ സാത്ത് സബ്കാ വികാസം എന്നാണ്. അത് ഏറെക്കുറെ ശരിയാണ്. കാരണം ഒരു ഹിന്ദുക്കളുടെ വോട്ട് മാത്രം വാങ്ങിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രാജ്യം ഭരിക്കാൻ കഴിയില്ല. അവിടെ മുസ്ലിമിന്റെ വോട്ടും വേണം, ക്രിസ്ത്യാനിയുടെ വോട്ടും വേണം, എല്ലാവരുടെ വോട്ടും വേണം. ആ വോട്ടുകൾ എങ്ങനെയാണ് കിട്ടുന്നത്? ബലം പ്രയോഗിച്ച് കിട്ടില്ല. പകരം അവർക്ക് നല്ലത് എന്ന് തോന്നുന്നിടത്താണ് അവരെ ആളുകളെ ജയിപ്പിച്ചു വിടുന്നത്, നമുക്ക് ഇത് അതിന്റെ റിസൾട്ട് കിട്ടുന്നതുമൊക്കെ. ഏതായാലും അത്തരത്തിലുള്ള കാര്യം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഈദിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൽകുക എന്നുള്ളത്. അപ്പൊ ഇത്രയും കാലം ഈ 3 മില്യൺ ആളുകൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒന്നുമില്ലായിരുന്നു എന്നല്ലേ അതിൽ നിന്ന് തെളിയുന്നത്. കാരണം ഇവര് പോയിട്ട് ഓരോ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ അതിദരിദ്രരെ കണ്ടെത്തിക്കൊണ്ടാണ് ഇത് നൽകുന്നത്. വസ്ത്രവും ഒപ്പം തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് അടക്കമുള്ളവ നൽകുന്നത്. ഇതൊരു തുടർ പ്രക്രിയയായിട്ട് മുൻപോട്ട് പോകും. ഇത് തന്നെ നരേന്ദ്രമോദി 2019 തന്റെ പാർട്ടി പ്രവർത്തകർക്ക് ഒരു ആഹ്വാനം നൽകിയിരുന്നു. പസ്മന്ത മുസ്ലിങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, അവരെ ചേർത്ത് പിടിക്കണം. യോഗി ആദിത്യനാഥ് സർക്കാർ അവരെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടുത്തെ കലാപത്തിന്റെ ഒരു പരിധി വരെ അയവ് വന്നത്. അത്തരം മേഖലകളിൽ കലാപം കുറഞ്ഞു തുടങ്ങി. അത്തരം മേഖലകളിൽ നിന്ന് BJPക്ക് വോട്ട് കൂടാൻ തുടങ്ങി. കാരണം അവർക്കും തന്നെ മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങൾ. ഇത്രയും കാലം ഞങ്ങളെ ഒരു വോട്ട് ബാങ്ക് ആക്കി അവന്മാര് നിന്ന് ഞങ്ങളെ കൊണ്ട് മുതലെടുക്കുക ആയിരുന്നു ഒരു തോന്നൽ അവർക്ക് വന്നു. ഞാൻ പറഞ്ഞില്ല, കേരളത്തിൽ ഒരുപക്ഷെ ഇതൊരു വലിയ എഫക്റ്റ് ഒന്നും ചെയ്യില്ല. കേരളത്തെ സംബന്ധിച്ച് ഇതൊന്നും അത്ര വലിയ ചർച്ചയാകാനും പോകുന്നില്ല. ഇതൊരു കോമഡി ആയിട്ടൊക്കെ ഒരുപക്ഷെ കാണും. പക്ഷെ കേരളം പോലെയല്ല. നമ്മുടെ ഈ ശൗചാലയത്തിന്റെ എഫക്ട് എങ്ങനെയായിരുന്നു അതുപോലത്തെ ഒരു എഫക്റ്റ് ആണ് ഇന്ന് നോർത്ത് ഇന്ത്യയില് മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. വലിയ രീതിയിൽ തന്നെ BJPയോട് അനുഭവം പ്രകടിപ്പിക്കുന്നവർ വലിയ രീതിയിൽ തന്നെയുണ്ട്. ഒപ്പം തന്നെ ഹിന്ദു ആചാരങ്ങളോടൊന്നും പഴയതുപോലത്തെ ഒരു അസഹിഷ്ണുത എങ്ങും പുലർത്തപ്പെടുന്നില്ല. ഉണ്ട്, ഇല്ലെന്നല്ല. എല്ലായിടത്തും കുത്തിത്തിരിപ്പുകാരും പ്രശ്നകാരികളൊക്കെ ഉള്ളതുപോലെ തന്നെ ഇതിലും ഉണ്ട്, ഇല്ലെന്നല്ല നമ്മൾ പറയുന്നത്. പഴയതുപോലെ വരുന്നില്ല. കാരണം അവർക്ക് അതിൻ്റെതായ ആനുകൂല്യങ്ങൾ കിട്ടുന്നു. കാശ്മീരിലടക്കം പെണ്ണുങ്ങൾ പറയുന്നു, സ്ത്രീകൾ പറയുന്നു, ഞങ്ങൾക്ക് മോദി സർക്കാരാണ് ഇതെല്ലാം തന്നത്, ഞങ്ങളുടെ കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ മുമ്പോട്ട് പഠിച്ചു പോകാൻ കഴിയുന്നത്. കാരണം അതിനു വേണ്ടിയിട്ടുള്ള സ്കീമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാതെ മുസ്ലിം ആണേ എന്ന് പറഞ്ഞ് ഇവിടെ ആരെയും സൈഡ് ചെയ്തിട്ടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നരേന്ദ്രമോദി അധികാരത്തിൽ കയറി കഴിഞ്ഞെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കും, കുറെ പേരെ പൊക്കി രാജ്യത്തിന് പുറത്ത് കളയും എന്നൊക്കെ പറഞ്ഞിടത്തു നിന്ന് ഇവിടെ ഒരു അങ്ങനെയുള്ള സംഘർഷങ്ങൾ സ്വാഭാവികമായി 140 കോടി ജനമുള്ള ഒരു രാജ്യത്ത് സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിൽ പോലും പഴയ രീതി വെച്ച് നോക്കുമ്പോൾ കലാപങ്ങളില്ല ഈ രാജ്യത്ത്. ഒപ്പം തന്നെ ആരെയും സൈഡാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കേരളത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പകുതി കൂടുതലും ഉപഭോക്താക്കളായിട്ട് വരുന്നത് അല്ല, ഇതില് മുസ്ലിം സമുദായത്തിൽ നമ്മള് പെടുന്നവരാണ്. നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, മോദി വന്ന ശേഷം സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കാണ് ജാക്ക്പോട്ട് അടിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഹിന്ദുക്കളെക്കാട്ടിലും ക്രിസ്ത്യാനികളെക്കാട്ടിലും കൂടുതൽ മുസ്ലിങ്ങൾക്കാണ് ജാക്ക്പോട്ട് അടിച്ചിരിക്കുന്നത്. കാരണം ഈ കാലാകാലങ്ങളിൽ UPA സർക്കാർ ഈ മുസ്ലിങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, ഇപ്പോൾ ഒരു ഇഫ്താർ വരുമ്പോൾ ഒരു തൊപ്പി എടുത്ത് തലയിൽ ഇട്ടുകൊണ്ട് പോയി നിസ്കരിക്കുക, എന്നിട്ട് പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറയുന്നതിനേക്കാളും മോദി വന്ന ശേഷം ഇവർക്ക് ലഭിച്ചിരിക്കുന്ന എന്താണ്? ഇവർക്ക് ലഭിച്ചിരിക്കുന്ന മുത്തലാഖ് വിഷയം കേരളത്തിൽ എതിർക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുണ്ടാകുന്നത് മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർക്ക് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, അത് ഒരു അതിഭീകരമായിട്ട് മുത്തലാഖ് വിഷയം സ്വീകരിച്ച ഒരു സംഭവം നമുക്കറിയാം. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ വഖഫ് ഭേദഗതി. ഇപ്പൊ വഖഫ് ഭേദഗതിയിൽ ഏറ്റവും കൂടുതൽ അതിക്രമം നേരിടുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങളുടെ ഭൂമിയാണ് കുറെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് പോലും അതിൽ മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ മദ്രസകൾ, അനധികൃതമായിട്ടുള്ള മദ്രസകൾ അടച്ചുപൂട്ടി ഈ മുസ്ലിംസിനെ എല്ലാം, അതായത് മുസ്ലിം കുട്ടികളെ എല്ലാം സ്കൂളിൽ പോടാ എന്ന് പറഞ്ഞ് സ്കൂളിൽ പറഞ്ഞു വിടാനുള്ള ഒരു സെറ്റപ്പ് നരേന്ദ്രമോദി ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്ക് ഒരു 10ാം ക്ലാസ് വരെ ഞങ്ങൾക്ക് മദ്രസയിൽ നിന്ന് സയൻസും മാത്സും എല്ലാം പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാത്രം പോവാണ്. പിന്നെ 10 കഴിയുമ്പോൾ ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സാഹചര്യം. ഈ വിദ്യാഭ്യാസം ഇല്ലായ്മ എന്താകും? ഭാവിയിൽ പട്ടിണിയിലോട്ട് ലീഡ് ചെയ്യും. ഈ പട്ടിണി ലീഡ് ചെയ്യുമ്പോൾ ഇവർ പഴയ സാഹചര്യത്തിൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഇവർക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ചെയ്തു കൊടുത്തു. പിന്നെ കശ്മീരിൽ നരേന്ദ്രമോദി എന്താ ചെയ്തത്? കശ്മീരിൽ നിന്ന് കുടിയിറക്കപ്പെട്ടത് കശ്മീരി പണ്ഡിറ്റുകളാണ്, ഇല്ലേ? ആ കശ്മീരി പണ്ഡിറ്റുകളെ നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ
പോകാനായിട്ട് നരേന്ദ്രമോദി അവിടെ കാശ്മീരിലുള്ള ജനങ്ങളെ മുഴുവൻ അടിച്ചൊട്ടിക്കുകയല്ല ചെയ്തത്. കാശ്മീർ വികസിപ്പിച്ച് ഇന്നലെ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, കാശ്മീർ നിങ്ങൾ ചെന്ന് നോക്കൂ, രാഹുൽ ഗാന്ധിക്ക് അവിടെ സഹോദരിയുടെ മേലെ മഞ്ഞെറിഞ്ഞ് കളിക്കാൻ പറ്റുന്നുണ്ട്. പോരാത്തതിന് കാശ്മീരിലുള്ള 40,000-ലധികം യുവാക്കൾക്കാണ് തൊഴിലവസരങ്ങൾ ലഭിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് ഹിന്ദുക്കൾക്കാണോ ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയത്? ന്യായമായിട്ട് നോക്കുകയാണെങ്കിൽ കാശ്മീരിൽ എന്താണ് സംഭവിച്ചത്? കാശ്മീരി പണ്ഡിറ്റുകൾ ഇപ്പോഴും ടെന്റ് അടിച്ച് റോഡിൽ കിടക്കുകയാണെന്നാണ് ഇവിടെയുള്ള തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ കിട്ടുന്നത് മുസ്ലിങ്ങൾക്കാണ് എന്നുള്ളതാണ്. ഇനി ഉത്തർപ്രദേശിൽ നോക്കൂ, ഉത്തർപ്രദേശിൽ ദളിത് മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ അവർക്കാണ്, അവരുടെ ആ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഹിന്ദുക്കൾക്ക് 50-ൽ നിന്ന് ഒരു 70-ലേക്ക് ഹിന്ദുക്കൾ എത്തിയിട്ടുണ്ടെങ്കിൽ 25-ൽ കിടക്കുന്ന മുസ്ലിമാണ് അവിടെ 70-ലോട്ട് എത്തുന്നത്. ആ ഒരു ശതമാനം നമ്മൾ പരിശോധിക്കണം. അവൻ 25-ലാണ് കിടക്കുന്നത്, അവ ഇപ്പൊ 70-ൽ എത്തി നിൽക്കുകയാണ്. നമ്മൾ 50-ൽ കിടക്കുന്നത്, നമ്മൾ 20% കൂടി 70-ൽ എത്തി എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ സമസ്ത മേഖലകളിലും ഇവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും പരിഗണനയും എന്ന് പറഞ്ഞാൽ ചെറുതല്ല എന്നുള്ളതാണ്. പക്ഷെ കേരളത്തിൽ മാത്രമാണ് ഈ മോദി വന്നു കഴിയുമ്പോൾ എല്ലാവരെയും അതിഭീകരമായിട്ട് നശിപ്പിക്കുകയാണെന്നുള്ള ഒരു നറേറ്റീവ് പുറത്തു വരുന്നത്. അതൊരു വല്ലാത്തൊരു സാഹചര്യം തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ല, ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. നമ്മുടെ ഈ ഉത്തർപ്രദേശിലെ 2ാം യോഗി സർക്കാരിന്റെ കാലത്ത് യോഗി ഒരു പദ്ധതി കൊണ്ടുവന്നു. അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അത്. അതായത് ദളിത് പെൺകുട്ടികൾക്ക് 50,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ പലിശരഹിത സ്വയം തൊഴിലിന് പൈസ കൊടുക്കും. അത് ഒന്നിച്ച് ഒരാൾക്കായിട്ട് എടുക്കാം, ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാം. അതിനകത്ത് ഈ പസ്മന്ത മുസ്ലിംസിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് ദളിത് എന്ന് പറഞ്ഞ ഹിന്ദു ദളിതായിട്ടല്ല മാറ്റിയത്, ഈ എല്ലാ ദളിതിനെയും കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ ഒരു വലിയ പ്രോഗ്രസ്സുകൾ അവർക്ക് ഉണ്ടാക്കി. കാരണം പെണ്ണുങ്ങൾക്ക്, സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് സ്വയം തൊഴിലിലേക്ക്, ഒരു സ്വന്തം കാലിലേക്ക് നിൽക്കാനുള്ള ഒരു പ്രാപ്തി ആക്കി എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ മുസ്ലിം വിരോധം ഒക്കെ കുത്തിവെപ്പിച്ചുകൊണ്ട് മോദി സർക്കാരിനെതിരാകുമ്പോൾ മറ്റൊരു സ്ഥലത്തൊരു വിപ്ലവം തന്നെയാണ് നടക്കുന്നത്. അത് കണ്ടില്ലെന്ന് നമുക്ക് നടിക്കാൻ കഴിയും, പക്ഷെ വോട്ടെണ്ണുമ്പോഴത്തേനാണ് അതിന്റെ മാജിക് കാണുന്നത്. അപ്പൊ നമ്മൾ പറയും EVM-ലെ പ്രശ്നമാണ്, മറ്റേ പ്രശ്നമാണ്, മറിച്ച പ്രശ്നമാണ്, വോട്ടെടുക്കാൻ പോയവരെ തടഞ്ഞു. എത്ര നാൾ തടഞ്ഞു നിർത്താൻ പറ്റും? അത് അങ്ങനെയല്ല. അതിനകത്ത് വലിയ ഒരു ഇപ്പൊ മുസ്ലിം ആളുകൾക്കിടയിൽ തന്നെ അവർ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭരണം മികച്ചതാണ് എന്ന്. പിന്നെ ഈ പൊതുവിൽ അവർക്കത് പബ്ലിക്കായിട്ട് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വശം. ഏതായാലും ഇത് പതുക്കെ പതുക്കെ മാറുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ മാറ്റം വളരെ ഭയങ്കരമായ രീതിയിൽ തന്നെ ഇതിന് മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാം. പിന്നെ സ്വാഭാവികമായ സംഘർഷങ്ങളും കലാപങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. ഈ കലാപത്തിൽ പങ്കെടുക്കുന്നത് ആരാണ്? ഈ കലാപത്തിൽ പങ്കെടുക്കുന്നത് അതിതീവ്ര സ്വഭാവമുള്ള സംഘടനകളായിരിക്കുമല്ലോ, അല്ലാതെ മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആരും അതിൽ പങ്കെടുക്കാറില്ല. അപ്പൊ ആർക്കൊക്കെ ഇതിന് ഭയപ്പെടുത്തി ഒരു സമൂഹത്തെ അകറ്റി നിർത്തണം, അല്ലെങ്കിൽ സമൂഹത്തെ ആട്ടിപ്പാശി നിർത്തണം. കാരണം മുസ്ലിം സമൂഹത്തിന്റെ മുകളിൽ എന്നും ഭയപ്പാട് വരുത്തി അവരെ ഒരു സൈഡാക്കി നിർത്തണമെന്ന് ഇവിടെ ചിലർക്ക് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ പേടിപ്പിക്കും. ഇത് അത് കണ്ടോ, RSS പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഭയപ്പെടുത്തി. അതിലൊരു ഗംഭീരമായിട്ടുള്ള ഒരു നരേന്ദ്രമോദി ചെയ്തതിൽ ഗംഭീരമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയദാർഢ്യം എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയാമോ ചേട്ടാ? അതായത് എപ്പോഴും മുസ്ലിം സമുദായത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സാധാരണക്കാരായിട്ടുള്ള ഇവിടെ ഒരു മുസ്ലിങ്ങളുണ്ട്. സാധാരണ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നുള്ള പണിക്ക് പോകുന്നു, പണിയെടുത്ത് സാധാരണ മനുഷ്യനെ പോലെ ഇന്ത്യൻ പൗരനായി ഇന്ത്യയിലെ സകല നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്. അവർക്ക് അവരുടെ സമുദായത്തിൽ ഒരു വോയിസും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർക്ക് മുകളിൽ ഒരു മതപൗരോഹിത്യമുണ്ട്. ഈ മതപൗരോഹിത്യമാണ് അവിടെ നിന്ന് താഴോട്ടുള്ള സകല ആൾക്കാരെയും നിയന്ത്രിക്കുന്നത്. ഈ മതപൗരോഹിത്യത്തിനെതിരെ നിങ്ങളത് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് എവിടെയെങ്കിലും ഒരു വോയിസ് ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആ വോയിസ് എന്താ പറയാ, അവര് ഇല്ലാതാക്കി കളയും. ഇല്ലാതാക്കുക എന്ന് പറയാൻ നമുക്കവിടെ ഇപ്പൊ ഞാനൊരു മുസ്ലിം ആണെങ്കിൽ ഇവർ ഈ ചെയ്യുന്നത് ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാമൂഹികമായിട്ട് ഒറ്റപ്പെടുത്തുക, ബഹിഷ്കരണം നേരിടേണ്ടി വരിക, എന്റെ കുടുംബത്തിന് അതിഭീകരമായിട്ട് അവര് എന്താ പറയാ പല രീതികളിലും അട്രോസിറ്റീസ് ചെയ്യുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരിൽ ഈ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് ഒരുപാട് അങ്ങനെ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളുണ്ട്. ഈ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇവര് ഇവരുടെ സമുദായത്തിനകത്ത് ഈ വോയിസ് റൈസ് ചെയ്യാൻ ഒരു ശ്രമം നടത്തും. ശ്രമം മാത്രമേ നടക്കൂ. ആ ശ്രമത്തിൽ തന്നെ അതിനെ അടിച്ചൊതുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ശ്രമം നടത്തുമ്പോൾ ഇപ്പൊ പറയും ഞാൻ എന്റെ വാപ്പ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ്, സ്ത്രീയാണ്, പെണ്ണാണ്, എനിക്ക് ഒരു ഹിന്ദു പയ്യനെ ഇഷ്ടമാണ്, ഞാൻ അയാളെ കെട്ടി ഞാൻ പോകും എന്ന് പറയും. നിന്നെ കേറ്റത്തില്ല, നിന്റെ ഖബർ പോലും നിന്റെ ഈ പള്ളിക്കകത്ത് കേറ്റത്തില്ല എന്ന് പറയും. പക്ഷെ അവരെ അടുത്ത് വയ്ക്കുന്ന ഒരു നിബന്ധന എന്താ അറിയോ? ഇത് നടന്ന സംഭവമാണ്, എനിക്ക് ഡയറക്റ്റായിട്ട് അറിയാവുന്ന സംഭവമാണ്. ഒരു 5 ലക്ഷം രൂപ തന്ന ഖബർ കയറ്റാം, കുഴപ്പമില്ല, കെട്ടിക്കോ. പൈസയ്ക്ക് എപ്പോഴും ഭയങ്കര പ്രാധാന്യമാണ്. പൈസ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇവിടെ യാതൊരു വോയിസും ഇല്ല. അപ്പോ ഈ മതപൗരോഹിത്യത്തെ തകർത്ത്
നരേന്ദ്രമോദി അവർക്കൊരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മതപൗരോഹിത്യ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇപ്പൊ മുത്തലാഖ്, 1-ാം തലാഖ്, 2-ാം തലാഖ്, 3-ാം തലാഖ്, ഇത് ചൊല്ലി ഒരാൾ ഒഴിഞ്ഞാൽ ഒഴിഞ്ഞതാണ്. പിന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വോയിസ് റേസ് ചെയ്യുന്നു, എന്നെ അയാൾ ഒഴിഞ്ഞു, ഇത് നീതിക്ക് നിരക്കുന്നതല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വേണ്ട, ഈ സമൂഹത്തിൽ നിന്നെ ഇനി ആവശ്യമില്ല, സാമൂഹികമായിട്ട് ബഹിഷ്കരണം നേരിടണം എന്നുള്ള സ്ഥലത്ത് നിന്ന് മതപൗരോഹിത്യത്തിന്റെ പറയേണ്ട ആവശ്യമില്ല മോളെ, നീ എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി എന്നൊരു ഉറപ്പ് നരേന്ദ്രമോദി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവനെ ഞാൻ പിടിച്ചകത്തിട്ടോളാം, ഒരു കുഴപ്പമില്ല. യോഗി ആ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. 1-ാം തലാഖ് 3-ാം തലാഖ് ചൊല്ലി നീ പോയി മതപൗരോഹിത്യത്തെ അടുത്ത് നിൽക്കണ്ട, കെഞ്ചി നിൽക്കണ്ട, അവൻ എന്നെ തലാഖ് ചൊല്ലി ഇത് എന്താണ്, ഇത് മനസാക്ഷിക്ക് നിരക്കുന്നതല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ മതി, ഞാനുണ്ട്, ഞാൻ പിടിച്ചകത്തിട്ടോളാം, നിയമമൊക്കെ ഇവിടെ റെഡിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ. അതായത് ഈ മതപൗരോഹിത്യത്തെ തകർത്ത് ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ മോദിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ കാണുന്ന അദ്ദേഹത്തിലെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ശരിക്കും ഇന്ത്യയിൽ ഇപ്പം മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് എല്ലാ തരത്തിലും ഇവിടെ ആരും അവരെ ഒന്നിലും മാറ്റി നിർത്തുന്നില്ല. പിന്നെ നമ്മുടെ ഈ ചാനലുകാരൊക്കെ ഇരുന്ന് ചർച്ച നടത്തിയിട്ട് അവരെ രണ്ടാം കിട പൗരന്മാരാക്കുന്നു പറയുന്നുള്ളൂ. കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇങ്ങനെ പറഞ്ഞാൽ മാത്രമല്ലേ ഇവരുടെ കൂടെ ചിലർ കാണാൻ നിൽക്കത്തുള്ളൂ. വലിയ ഒരു മുന്നേറ്റം ഈ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പിന്നെ അദ്ദേഹം ഈ പബ്ലിക് ആയിട്ടുള്ള നാടകങ്ങളിലൊന്നും നരേന്ദ്രമോദി പോകാറില്ല. തലയിൽ തൊപ്പി വെക്കുകയോ ഇല്ലെങ്കിൽ പോയി ഇഫ്താർ വിരുന്ന് കഴിക്കുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും പള്ളി സന്ദർശിക്കുകയോ ഒന്നും അദ്ദേഹം ചെയ്യാറില്ല എന്നുള്ളതാണ് മറ്റൊരു രസം. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ എലക്ഷൻ അനുബന്ധിച്ച് നടത്തുന്ന ചില നാടകങ്ങളാണ്. അല്ലാതെ രാഹുൽ ഗാന്ധി കണക്ക് രാവിലെ ചന്ദനം വാരി പൂശി പണ്ഡിറ്റാണെന്ന് പറയും, ഉച്ചയ്ക്ക് തൊപ്പി ഇട്ടിട്ട് പറയും ഞാൻ 1-ാം തരം മുസ്ലിമാണെന്ന് പറയും. പിന്നീണ്ടെങ്കിൽ സമയം കിട്ടിയ ഗുരുദ്വാരെ പോയിട്ട് മറ്റേ ഇത് തുണി എടുത്തിട്ടിട്ട് ഞാൻ സിഖാണെന്ന് പറയും. യാതൊരു മടിയും. അങ്ങനൊന്നും നരേന്ദ്രമോദി ചെയ്തിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നുകൊണ്ടും തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടും മറ്റുള്ളവർക്ക് എല്ലാവർക്കും സബ്കെ സാത്ത് സബ്കെ വികാസ് അത് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. ഇതൊരു വലിയ നേട്ടമാണ്. പക്ഷേ മലയാള മാധ്യമങ്ങൾ കാണാതെ പോയതാണോ ഈ വാർത്ത, കണ്ടിട്ടും കൊടുക്കാതിരുന്നതാണോ ഈ വാർത്ത എന്ന് എനിക്ക് അറിയില്ല. കണ്ടിട്ട് കൊടുക്കാതിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു പദ്ധതി, ആ പദ്ധതി രൂപീകരിച്ച പിന്നെ വലിയ രീതിയിലുള്ള റെസ്പോൺസ് ആ പദ്ധതിക്ക് വരുന്നു. കേരളത്തിൽ സ്വാഭാവികമായിട്ടും പണ്ടത്തെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ മോദി ഇവിടെയുള്ള സുഡാപ്പികൾക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താൽ അവന്മാർക്ക് എന്താണ് നാളെ മോദിയെ കുറ്റം പറയുന്ന ടീമാണെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം വലിയ രീതിയിലുള്ള ഇമ്പാക്ട് നരേന്ദ്രമോദി ഭരണത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ സൗഗത് ഇ മോദി എന്ന് പറയുന്ന ഈ പദ്ധതി. നരേന്ദ്രമോദി ഇഫ്താർ നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇങ്ങനെ ഉള്ള വാർത്തകൾ തിരസ്കരിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ഭാവിയിൽ നമുക്ക് നോക്കാം എന്തായാലും കാര്യങ്ങളും. താങ്ക് യു ബിജുട്ടാ, താങ്ക് യു സോ മച്ച്.